വെൽക്കം ബാക്ക് ടു ലോഡ് ശിവ. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കൈലാസനാഥിന്റെ 14ാമത്തെ എപ്പിസോഡാണ്. വ്യക്തിപരമായ ചില കാരണങ്ങളാലാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഇനി മുതൽ നമ്മുടെ ചാനലിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ചാനൽ കാണുന്ന എല്ലാവരും തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. യാതൊരു ഭയാശങ്കകളുമില്ലാതെ തന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയ നന്ദിയെ കണ്ട് കോപാകുലനായി നിൽക്കുന്ന ദക്ഷമഹാരാജാവിനെ കാണിച്ചാണല്ലോ 13ാമത്തെ എപ്പിസോഡ് അവസാനിച്ചത്. 14ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സന്തോഷത്തോടെ മഹാദേവന്റെ നാമങ്ങൾ എഴുതിയ താമരപ്പൂക്കളുമായി പോകുന്ന നന്ദിയെ നിഷ്കളങ്കമായി നോക്കി ചിരിച്ചു നിൽക്കുന്ന സതിയെ കാണിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഇത് കണ്ട് പ്രജാപതി ദക്ഷന്റെ ശക്തിയെക്കുറിച്ച് ശിവന് ഒന്നും തന്നെ അറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന ദക്ഷന്റെ അടുത്തേക്ക് പ്രസൂതി വരുന്നു. ഈ സമയം നന്ദി സതീമാതാവിനോട് താമരപ്പൂക്കൾ നൽകിയതിൽ നന്ദി അറിയിച്ച് പിടവാങ്ങുന്നു. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ദക്ഷൻ ദദീജി മഹർഷി കൊട്ടാരത്തിലേക്ക് വന്നതും തുടർന്ന് മഹാദേവൻ അവിടെ പ്രത്യക്ഷമായതുമായ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മയിലേക്ക് അങ്ങനെ വരികയാണ്. അതും കൂടിയാകുമ്പോൾ ദക്ഷന്റെ ദേഷ്യം കൂടുന്നത് മനസ്സിലാക്കുന്ന പ്രസൂതി അദ്ദേഹത്തിനോട് ശാന്തനാകുവാൻ പറയുന്നു. എന്നാൽ അതിന് മറുപടി പറയാതെ അദ്ദേഹം സതിയെ അറയിലേക്ക് കൊണ്ടുപോകാനാണ് പറയുന്നത്. ദക്ഷനോട് സതിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്നും അങ്ങെന്തെങ്കിലും തീരുമാനിക്കുന്നതിന് മുമ്പ് എന്ന് പ്രസൂതി പറയുമ്പോഴേക്കും ദക്ഷൻ തന്റെ നോട്ടത്തിൽ തന്നെ പ്രസൂതിയുടെ വായടപ്പിക്കുന്നു. ഈ സമയത്താണ് സതിയും അതിഥിയും ഖ്യാതിയും ദക്ഷനെ നോക്കുന്നത്. ദക്ഷന്റെ മുഖം കാണുമ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടെന്ന് സതിക്ക് മനസ്സിലാകുന്നു. സതി നോക്കുന്നതോടെ ദക്ഷൻ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോകും. അതോടെ സതി നേരെ കശ്യപ മഹർഷിയുടെ അടുത്തേക്ക് വന്ന് അതാരാണെന്നും പിതാവ് പോലും എന്തിനാണ് കുപിതനായതെന്നും അദ്ദേഹത്തോട് ചോദിക്കും. എനിക്ക് ഈ സന്ദർഭത്തിൽ ഒന്നും പറയാനാകില്ലെന്ന് പറഞ്ഞ് കശ്യപ മഹർഷി അവിടെ നിന്നും പിൻവാങ്ങാൻ ശ്രമിക്കുമെങ്കിലും സതി അദ്ദേഹത്തെ വിടുന്ന മട്ടില്ല. അദ്ദേഹത്തോട് നിർബന്ധിച്ചു ചോദിക്കുന്നതുകൊണ്ട് തന്നെ കശ്യപ മഹർഷി അത് നന്ദിയാണെന്നും ഭഗവാൻ ശിവന്റെ വാഹനമാണ് നന്ദിയെന്നും പറയുന്നു. ഇത് കേൾക്കുന്നതോടെ സതി ആകെ ഞെട്ടിപ്പോകും. അപ്പോഴാണ് ദക്ഷന്റെ ദേഷ്യത്തിന്റെ കാരണം സതിക്ക് മനസ്സിലാകുന്നത്. സതി വേഗം അകത്തേക്ക് ഓടിപ്പോവുകയും ചെയ്യും. എന്നാൽ ഇതേ സമയം ശേഖരിച്ച താമരപ്പൂക്കളുമായി നന്ദി നേരെ കൈലാസത്തിലേക്ക് എത്തുന്നു. പ്രേതഭൂതങ്ങളെയും മഹാദേവന്റെ നാമമെഴുതപ്പെട്ട താമരപ്പൂക്കൾ നന്ദി കാണിക്കും. ശേഷം ഞാൻ ദേവിയെ കണ്ടു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ നന്ദി മഹാദേവന്റെ അടുത്തേക്ക് പോകുന്നു. മഹാദേവൻ പതിവ് പോലെ ഈ സമയത്ത് ധ്യാനത്തിലായിരുന്നു. സതീദേവിയുടെ രൂപഭാവ വർണ്ണനകൾ നടത്തുന്ന നന്ദി അതേ സന്തോഷത്തോടെ താൻ കൊണ്ടുവന്ന താമരപ്പൂക്കളും മഹാദേവനെ കാണിക്കുന്നു. ധ്യാനത്തിൽ നിന്നുണരുന്ന മഹാദേവൻ നിശബ്ദനായിരുന്ന് നന്ദിയുടെ വാക്കുകൾ ശ്രവിക്കും. നാരദര് സതീദേവിയെക്കുറിച്ച് പറഞ്ഞതു മുതൽ എനിക്ക് ദേവിയെ കാണണമെന്ന ആഗ്രഹം കലശലായി. ഞാൻ ചെന്നപ്പോൾ കണ്ടത് 1,00,000-ൽ പരം താമരപ്പൂക്കളിൽ 9 നാളുകളായി മഹാദേവന്റെ നാമം രചിച്ച സതിയെയാണ് ഞാൻ കാണുന്നത്. ആദ്യം അത് വിശ്വസിക്കാനായില്ല. അങ്ങേ അത് കൊണ്ടുവന്ന് കാണിക്കേണ്ടത് അനിവാര്യമായി തോന്നിയതുകൊണ്ട് ഞാനതിങ്ങു കൊണ്ടുവന്നതാണ്. ദേവിയുടെ ഈ ശ്രമം ദേവിക്ക് അങ്ങയോടുള്ള നിർമ്മലമായ സ്നേഹത്തിന്റെ പ്രതീകമാണ് എന്നൊക്കെ വളരെ സന്തോഷത്തോടും ആവേശത്തോടും കൂടി നന്ദി പറഞ്ഞു തീർക്കുമ്പോഴേക്കും ഈ പങ്കജങ്ങളെല്ലാം ഇവിടെ നിന്നും മാറ്റുക. കൈലാസത്തിൽ നീ ഇത്രകാലം നമ്മളോടൊപ്പം കഴിഞ്ഞിട്ടും നീ സംസാരമായയിൽ നിന്നും മുക്തനായിട്ടില്ല എന്ന് പറയുന്ന മഹാദേവന്റെ കാൽക്കൽ വീണ് കരയുകയാണ് നന്ദി. എന്നോട് ക്ഷമിച്ചാലും ഞാൻ അങ്ങയുടെ തപസ്സിന് വിഘ്നം വരുത്തി. ഇത്രയും ചെറിയ കാര്യം ഞാൻ വലുതായി സങ്കല്പിച്ചു. അങ്ങനോട് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞ് താമരപ്പൂക്കളുമായി അവിടെ നിന്ന് പോകാനൊരുങ്ങുകയാണ് നന്ദി. അപ്പോഴേക്കും നിന്നെ വേദനിപ്പിക്കാനല്ല, നീ എനിക്ക് അതീവ പ്രിയനാണ്. എന്നാൽ സംസാരത്തിൽ നിന്നകന്ന വൈരാഗിയാണ് ഞാൻ. നിയമം, നീതി തുടങ്ങിയ എല്ലാ സംസാര ബന്ധനങ്ങളിൽ നിന്നും മുക്തനാണ് ഞാൻ. അധികം സമയം തപസ്സിൽ കഴിയുന്നവൻ. ചിലപ്പോൾ ശൃംഗത്തിലും ചിലപ്പോൾ കൊടുംവനങ്ങളിലും ചിലപ്പോൾ ശ്മശാനത്തിലും കഴിയുന്നു. എത്ര കാലം കടന്നു പോകുന്നുവെന്ന് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഇനി മരമായിരുന്നാലും എന്റെ തണല് എല്ലാവർക്കും എപ്പോഴുമുണ്ട് നന്ദി. ഞാൻ വിവാഹിതനാകാനായി വൈരാഗ്യം ത്യജിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുള്ള മറ്റൊരു പ്രത്യേക കാരണം നമ്മുടെ കഠിനമായ ജീവിതചര്യയിലേക്ക് മറ്റൊരു വ്യക്തിയെ കൂടി കൊണ്ടുവരുന്നത് ഉചിതമാകില്ല. നമുക്ക് നിന്നോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു സ്ത്രീയുടെ ചർച്ച പോലും ഇത്രയേറെ വാദപ്രതിവാദങ്ങൾ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവരുടെ ആഗമനത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? നീ ചെയ്തത് എന്തായാലും എൻ്റെ നന്മയ്ക്കാണ്. ഞാൻ അതിൽ പ്രസന്നനുമാണ്. ഇപ്പോൾ പോയി വിശ്രമിക്കുവാനും മഹാദേവൻ നന്ദിയോട് അരുൾ ചെയ്യുന്നു. ശേഷം അദ്ദേഹം ധ്യാനത്തിലേക്ക് മടങ്ങുകയും ചെയ്യും. അതീവ സങ്കടത്തോടെ നന്ദി താമരപ്പൂക്കളുമായി അവിടെ നിന്നു പോകും.
തൊട്ടടുത്ത തടാകത്തിലേക്ക് ഓരോ താമരപ്പൂക്കളായി മുഴുവൻ താമരപ്പൂക്കളും നന്ദി ഒഴുക്കിവിടുകയും ചെയ്യുന്നു. അടുത്തത് ദക്ഷമഹാരാജാവിന്റെ കൊട്ടാരമാണ് കാണിക്കുന്നത്. ആകെ ആശങ്കാകുലയായ സതി നേരെ പ്രസൂതിയുടെ അടുത്തേക്ക് വരുന്നു. എവിടെയാണ് പിതാവ്? സംഭവിച്ചതൊന്നും എന്റെ തെറ്റുകൊണ്ടല്ലെന്ന് എനിക്ക് പിതാവിനെ ബോധ്യപ്പെടുത്തണമെന്ന് സതി മാതാവിനോട് പറയും. നിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് എനിക്കറിയാമെന്നും പ്രസൂതി അവളെ പറഞ്ഞു മനസ്സിലാക്കും. നന്ദി ആരാണെന്ന് പോലും എനിക്കറിയില്ലെന്ന് സതി അപ്പോൾ പറയുന്നു. നീ പിതാവിന്റെ അടുത്തേക്ക് ചെല്ലൂ. നിന്റെ ആഗമനത്തിനായി കാത്തിരിക്കുകയാണ് പിതാവ്. സന്ധ്യാവന്ദനത്തിനുള്ള സമയമായെന്ന് പറയുന്ന പ്രസൂതിയോട് ആകെ വിഷമത്തിലായ സതി പിതാവ് എത്രത്തോളം തന്നോട് ദേഷ്യപ്പെടുമെന്നറിയില്ല, അതുകൊണ്ട് ഭയം തോന്നുന്നുവെന്ന് പറഞ്ഞ് സതി കരയാൻ തുടങ്ങുന്നു. നീ ഒരു ബ്രാഹ്മണകുലത്തിൽ പിറന്നവളാണ്. പൂജാകർമ്മങ്ങളിൽ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അത് അപൂർണമാണെന്ന് നിനക്ക് അറിവുള്ളതല്ലേ? അതുകൊണ്ട് മനസ്സിനെ പൂർണ്ണമായും നിയന്ത്രണവിധേയമാക്കണമെന്നും പ്രസൂതി സതിയോട് പറയുന്നു. അങ്ങനെ നിർബന്ധിച്ച് സതിയെ പ്രസൂതി ദക്ഷന്റെ അടുത്തേക്ക് പറഞ്ഞുവിടും. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ സതി ദക്ഷന്റെ അറയിലേക്കെത്തുന്നു. അവിടെ പൂജാതി കർമ്മങ്ങളിൽ ലയിച്ചിരിക്കുന്ന ദക്ഷനെയാണ് സതി കാണുന്നത്. സതിയും നേരെ അവിടേക്ക് ചെന്നിരിക്കും. മന്ത്രോച്ചാരണം നടത്താൻ ദക്ഷൻ ആംഗ്യഭാഷയിൽ നിർദ്ദേശിക്കുന്നതുകൊണ്ട് തന്നെ സതി ഒന്നും ആലോചിക്കാതെ മന്ത്രം ചൊല്ലിത്തുടങ്ങും. അതിനിടയിൽ വിങ്ങിപ്പൊട്ടുകയും ചെയ്യുന്നുണ്ട്. പിതാവിന് തന്നോട് ദേഷ്യമാണെന്ന് കരുതി സങ്കടത്തോടെ പിതാവിനെ തന്നെ നോക്കിയിരിക്കുന്ന സതീദേവിയെ കാണിച്ചുകൊണ്ടാണ് 14ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തിയേക്കണേ. അടുത്ത എപ്പിസോഡുമായി ഉടൻ കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.